അമേരിക്കൻ ഡ്രോണിനെ തകർത്ത് തരിപ്പണമാക്കി ഇറാൻ. പ്രയോഗിച്ചത് രഹസ്യ ആയുധം. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കയുടെ MQ-9 ഡ്രോൺ തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. തദ്ദേശീയമായി വികസിപ്പിച്ച ആരാഷ് കമാൻഡ് ഗിയർ എന്ന സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പേർഷ്യൻ പുരാണത്തിലെ നായകനായ ആരാഷ് ദി ആർച്ചിന്റെ പേര് നൽകിയിരിക്കുന്ന ഈ സംവിധാനം യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയും സമുദ്രാതിർത്തിയും സംരക്ഷിക്കുന്നതിനിടെയാണ് ഡ്രോൺ തകർത്തതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാൻ വലിയ റഡാർ കേന്ദ്രങ്ങളെക്കാൾ തദ്ദേശീയമായി വികസിപ്പിച്ച ലളിതവും വില കുറഞ്ഞതുമായ പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മിസൈൽ രൂപകൽപ്പനയിൽ ഇറാൻ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടെന്ന് കിങ്സ് കോളേജ് ലണ്ടനിലെ മാർക്ക് ഹിൽബോൺ അഭിപ്രായപ്പെടുന്നു. വലിയ റഡാറുകൾക്ക് പകരം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക മേൽക്കൈ നൽകാനും ഇറാന് സാധിക്കും. എന്നാൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഡ്രോണുകൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ആരാഷ് കമാൻഡ് ഗിയർ പൂർണ്ണമായും പുതിയൊരു ആയുധമല്ലെന്നും നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തദ്ദേശീയമായി പരിഷ്കരിച്ചതാകാം ഇതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത്തരം ചെറിയ സംവിധാനങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ അനായാസമായ വിന്യാസമാണ്. പരമ്പരാഗത വ്യോമ പ്രതിരോധ ശൃംഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവ എളുപ്പത്തിൽ ഒളിപ്പിക്കാനും ആവശ്യമുള്ളിടത്തേക്ക് വേഗത്തിൽ മാറ്റാനും സാധിക്കും. സങ്കീർണത കുറവായതിനാൽ ഇവയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പൂർത്തിയാക്കാൻ ഇറാൻ സാധിക്കുന്നു. അമേരിക്കയുടെ MQ-9 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളെ പോലും ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നത് ഇറാന്റെ സൈനിക ശേഷിയുടെ സൂചനയാണെന്ന് വിലയിരുത്തൽ. ഷാഹെദ് ഡ്രോണുകളുടെ കാര്യത്തിലെന്ന പോലെ വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ സങ്കീർണമായ യുദ്ധോപകരണങ്ങളെ പ്രതിരോധിക്കുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ ഈ അവകാശവാദം സൈനിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇറാൻ ഒരു ഭീഷണിയാണെന്ന് അമേരിക്കയുടെ പതിവ് പല്ലവി അമേരിക്കൻ മണ്ണിൽ വെച്ച് തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പരസ്യമായി തള്ളിക്കളഞ്ഞു. പശ്ചിമേഷ്യയെ ഇന്നത്തെ ഈ കലുഷിതാവസ്ഥയിൽ എത്തിച്ചത് അമേരിക്കയുടെ അടങ്ങാത്ത യുദ്ധക്കൊതിയാണെന്ന് തുറന്നടിക്കാൻ മസ്കറ്റിന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളുടെ കോലാഹലങ്ങൾക്കൊന്നും വഴങ്ങാതെ ലോകത്തെ രണ്ട് ബദ്ധവൈരികൾക്കിടയിലും ഇന്നും വിശ്വസ്തയോടെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരേ ഒരു നയതന്ത്ര ചാനൽ ഒമാൻ മാത്രമാണെന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവർ തെളിയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒമാനെ അത്ര പെട്ടെന്ന് ബോംബെറിഞ്ഞ് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ഒമാനെതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും നിശ്ചലമാക്കും. അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കും. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പരസ്യമായി പ്രതികരിക്കാതെ എന്നാൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് ഇറാനും അമേരിക്കയും ഇടയിൽ തുല്യമായ അകലം പാലിച്ച് ഒമാൻ നടത്തുന്ന ഈ നയതന്ത്ര യുദ്ധം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ്. തോക്കുകളുടെ ഗർജനം കൊണ്ടോ മിസൈലുകളുടെ പ്രഹരശേഷി കൊണ്ടോ മാത്രമല്ല, അതിസൂക്ഷ്മമായ നയതന്ത്രവും തന്ത്രപരമായ ഭൂമിശാസ്ത്രപരവും കൊണ്ട് ലോക വൻശക്തികളുടെ നീക്കങ്ങളെപ്പോലും നിയന്ത്രിക്കാമെന്ന് ഒമാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കണ്ണ് വെട്ടിച്ചും അവരുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാതെയും ആഗോള സാമ്പത്തിക ഊർജ്ജപാതയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരനായി ഒമാൻ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. സമാധാനത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ തങ്ങളുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്ന ഒമാൻ ഒച്ചപ്പാടുകളില്ലാതെ ലോക ഭൗമ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന യഥാർത്ഥ നിശബ്ദ ശക്തി തന്നെയാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ഈ രാജ്യം മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.